ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന തമിഴിലെ നല്ലൊരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. ഞാനിത് തമിഴിലെ പാണ്ഡ്യൻ സ്റ്റോർ 2 ഭാഗമാണ് പറയണത്. അപ്പൊ ഈ ഭാഗം എന്തായാലും നമുക്ക് മലയാളത്തിൽ ഉടനെ തന്നെ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ അനു ആണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കായിരിക്കും കേട്ടോ. കാരണം വീട്ടിലെ കാര്യങ്ങൾ തന്നെയാണ് അനുവിന്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. അപ്പൊ മിത്രക്കൊരു ചെറിയൊരു ബുദ്ധി തോന്നുകയാണ്. മിത്ര നമ്മുടെ അലോകിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. വഴിയിലരികെ വെച്ചിട്ടാണ് കാണാൻ പോണത്. മിത്ര പറയണ്ട അലോകെ, നിനക്ക് ഞാൻ നിനക്ക് ഞാൻ നിന്റെ സ്വന്തം പെങ്ങളെ പോലെയല്ലേ ഞാൻ. അതങ്ങനെ തന്നെയായിരുന്നല്ലോ. നിന്റെ ഏത് ആഗ്രഹമാണ് ഞാൻ നടത്തി തരാത്തത്? ഞാൻ നിന്നെ സ്വന്തം പെങ്ങളെ പോലെ അല്ല, എന്റെ വലിയച്ഛന്റെ മോളാണെങ്കിൽ പോലും എന്റെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ച് കൂടെ നിർത്തിയതല്ല, ഞാൻ ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെയല്ലേ ഞാൻ എല്ലാ കാര്യങ്ങളും നിന്നോട് തുറന്നു പറഞ്ഞത്. ശരി, എന്തോ ആയിക്കോട്ടെ. ഞാനിപ്പോ അപ്പുറത്തെ ആര്യന്റെ ഭാര്യയാണെന്ന് നിനക്കറിയാം. നിങ്ങളുടെ ശത്രുക്കളുടെ മോന്റെ ഭാര്യ ആയതുകൊണ്ട് നിനക്ക് എന്നോട് ദേഷ്യമൊക്കെ ഉണ്ടാവാം. പക്ഷെ ആ ഉള്ളിലുള്ള സ്നേഹം നിനക്ക് ഇപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്ക്, ഇപ്പൊ ആ വീട്ടിലെ അനുവാണ് നിന്റെ ഭാര്യയായിട്ട് കൃഷ്ണമംഗലത്തുള്ളത്. ഞാൻ ആര്യന്റെ ഭാര്യയായിട്ട് ദേവമംഗലത്തും. നീ അനുവിനെ വേദനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആര്യൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് ആര്യൻ എന്നെ വേദനിപ്പിക്കുന്ന. അനുവിന് നീ ഒരു അടി കൊടുത്ത ആര്യൻ എന്നെ 2 അടി അടിക്കും. അനുവിനെ നീ പുറത്താക്കി കഴിഞ്ഞാൽ ആര്യൻ എന്നെയും പുറത്താക്കും. അതുകൊണ്ട് പ്ലീസ് അലോക, നീ അനുവിനെ നന്നായിട്ട് നോക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് അവിടെ നന്നായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ആലോക പറഞ്ഞിട്ട് നിന്റെ അടുത്ത് അവിടെ നന്നായിട്ട് ജീവിക്കണം ആര് പറഞ്ഞൂടി? നീ എന്തൊക്കെ പറഞ്ഞാലും അവൾ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അലോക് അവിടെ നിന്ന് പോവാട്ടോ. അപ്പൊ മിത്ര വിചാരിക്കും, എന്തായാലും അലോകിനോട് പറഞ്ഞിട്ട് കാര്യം നടന്നില്ല, അതുകൊണ്ട് തന്റെ അച്ഛനെ വിളിക്കാന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ അനന്തനെ ഫോൺ വിളിക്കുന്നുണ്ട് മിത്ര. അച്ഛൻ എനിക്ക് അത്യാവശ്യമായിട്ട് അച്ഛനെ ഒന്ന് കാണണം, അച്ഛൻ ഇന്ന സ്ഥലത്ത് വരാമോ എന്ന് ചോദിക്കുകയാണ്. ആ ശരിയെന്ന് പറഞ്ഞിട്ട് അനന്തൻ അവിടേക്ക് പോകുന്നുണ്ട്. അപ്പൊ മിത്ര പറയണ്ട, അച്ഛനറിയാലോ ഞാൻ ആര്യന്റെ വീട്ടില് ദേവമംഗലത്ത് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെയാണ് ജീവിക്കേണ്ടത്. അവരെന്നെ സ്വന്തം മോളെ പോലെയാണ് കാണുന്നത്. അവിടെ സ്നേഹം മാത്രമേ അവർക്ക് എല്ലാവർക്കും ഉള്ളൂ. നോക്ക്, ആര്യനും ഞാനും ഇപ്പോഴാണ് ശരിക്കും നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി തുടങ്ങിയത്. അനു ഇപ്പൊ ആ വീട്ടിൽ കെട്ടിപ്പോയത് കൊണ്ട് തന്നെ അലോക് അനുവിന് എന്തെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുകയാണെങ്കിൽ ആര്യൻ എന്നായിട്ടുള്ള ബന്ധം വേർപെടുത്തുമെന്നാണ് അച്ഛൻ പറഞ്ഞേക്കണത്. അതുകൊണ്ട് പ്ലീസ് അച്ഛ, അനുവിന് ഒരു തരത്തിൽ വേദന അവിടെ ഉണ്ടാക്കല്ലേ അച്ഛ, അതെനിക്കായിരിക്കും ബുദ്ധിമുട്ട്. ശരി, ഞാൻ നോക്കട്ടെ എന്ന് അനന്തം പറയാണ്. ശേഷം അനന്തൻ നേരെ കൃഷ്ണമംഗലത്തിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. കൃഷ്ണമംഗലത്തിലേക്ക് പോയ അനന്തനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അലോകിനോട് മാറ്റി നിർത്തി പറയണ്ട, നോക്ക്, എന്തൊക്കെ സംഭവിച്ചാലും അപ്പുറത്തെ ശത്രുവിന്റെ മകളെയാണ് നീ വിവാഹം കഴിച്ചെങ്കിലും ഇപ്പൊ അനു നിന്റെ ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ അനുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും നീ ഉണ്ടാക്കാൻ പാടില്ല. അനു ആയിട്ട് ഒരുമിച്ച് സ്നേഹിച്ച് സന്തോഷത്തോടെ നീ ജീവിക്കണം. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ആ വീടും നമ്മൾ നമ്മളെ ശത്രുതക്ക് കാരണം അറിയാലോ. ബാലൻ ഗോമതിയെ എടുത്ത് തട്ടിക്കൊണ്ടുപോയപ്പോഴേക്കും നമ്മുടെ വീട് അപമാനപ്പെട്ടു. നമ്മുടെ നാട്ടുകാർ നമ്മളെ ഒരുപാട് നോക്കി ചിരിച്ചു. അതിന്റെ ദേഷ്യവും വാശിയാണ് നമ്മൾ തീർത്തത്. അനുവിനെ വിവാഹം കഴിച്ചപ്പോഴേക്കും ആ ദേഷ്യവും വാശി അവിടെ തീർന്നു. ഇനി അവരായിട്ട് ഒരു ദിനം വേണ്ട, ശത്രുതക്കും കാര്യത്തിനൊന്നും പോകണ്ടെന്ന് പറഞ്ഞിട്ട് അനന്തൻ അവിടെ നിന്ന് പോവാണ്. അപ്പൊ അനന്തൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴേക്കും അലോകിന് ആകെ ഒരു ഷോക്ക് പോലെ ആവട്ടോ. അപ്പൊ അച്യുതൻ പറഞ്ഞു, ചേട്ടന്റെ മനസ്സാകെ മാറിയല്ലോ. അപ്പൊ അലോക് പറയണ്ട, അത് വേറൊന്നല്ല, മിത്രയിൽ നിന്ന് കാണാൻ വന്നിരുന്നു. ഇവിടെ അനു മര്യാദക്ക് ജീവിച്ചില്ലെങ്കിൽ അവൾ അവിടെ മര്യാദക്ക് ജീവിക്കാൻ പറ്റില്ല. അതാണ് ഇപ്പൊ വല്യച്ഛന്റെ മാറ്റത്തിനും കാരണം. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ എന്ന് വിചാരിക്കുകയാണ് അച്യുതനും. അപ്പൊ ഈ സംസാരം എല്ലാം തന്നെ നമ്മുടെ അനു കേൾക്കുന്നുണ്ട്. അപ്പൊ അനുക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ അനന്തനെ കുറച്ചൊന്ന് ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ അനന്തൻ തീർച്ചയായിട്ടും തന്നെ സപ്പോർട്ട് ചെയ്ത് തന്റെ കൂടെ നിൽക്കുന്നു. അത് മനസ്സിലാക്കിയ അനു ആണെന്നുണ്ടെങ്കിൽ അനന്തൻ, അതായത് അലോകും അതുപോലെ തന്നെ നമ്മുടെ അനന്തനും അച്യുതനൊക്കെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അനന്തനോട് പറയുന്നുണ്ട്, വലിയച്ഛനല്ല വല്യമാവ എന്നാണ് വിളിക്കുന്നത്, വല്യമാവ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയണം. എന്താ മോളെ, എന്താ പറയാനുള്ളത് എന്ന് അനുവിനോട് നമ്മുടെ അനന്തൻ ചോദിക്കുമ്പോൾ അനു പറയുന്നുണ്ട്, അത് വേറൊന്നുമല്ല, ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോഴേക്കും അറിയാലോ, ഞാൻ ഡ്രസ്സും കാര്യങ്ങളും ഒന്നും തന്നെ എടുത്തില്ലെന്നില്ല. ആകെ 2-3 ഡ്രസ്സ് ഇവിടെ അടുത്തുള്ള കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. പുറത്തു പോകാനുണ്ടായിട്ട് എനിക്കൊരു ഡ്രസ്സ് പോലും ഇല്ല. എനിക്ക് പുറത്ത് പോയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കണമായിരുന്നു. എന്റെ വീട്ടിൽ എനിക്ക് ഒത്തിരി ഡ്രസ്സ് ഉണ്ട്. പക്ഷെ എങ്ങനെയാ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകുന്നത്? അവര് ചോദിക്കില്ലേ, ഒരു ഡ്രസ്സ് പോലും നിങ്ങൾക്ക് വാങ്ങിച്ചിടാൻ കൃഷ്ണമംഗലംകാർക്ക് കഴിയില്ലെന്ന്? അത് ഈ വീട്ടുകാർക്ക് നാണക്കേടല്ലേ? അതുകൊണ്ട് എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചിടാൻ അലോകിനോട് പറയാവോ? അലോകെ, അനുവിനെയും കൂട്ടിക്കൊണ്ട് നല്ല കടയിൽ പോയിട്ട് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് വാ എന്ന് പറയാണ്. അപ്പൊ വല്യമാമ ശരി എന്ന്. അപ്പൊ വല്യച്ഛൻ പറഞ്ഞിട്ട് നമ്മുടെ അലോകാണെങ്കിൽ ശരി ഞാൻ പോയിക്കോളാം. അപ്പൊ ശരി വല്യമാമ, ഞങ്ങളിതാ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അനു അലോകും കൂടി കടയിൽ പോവാട്ട്. വലിയ ഷോപ്പിലായിട്ട് പോണത്. അവിടെ നിന്ന് ഒരുപാട് വില കൂടിയ ഡ്രസ്സുകൾ അനു എടുക്കുന്നുണ്ട്. അപ്പൊ പൈസ ബില്ലടിക്കുന്ന സമയത്ത് അവിടെ നിന്ന് അലോക് മുങ്ങുവാണ്. കാരണം ബില്ലടിക്കുമ്പോഴേക്കും അനു അവിടെ നാണം കെടുമല്ലോ, പൈസ കൊടുക്കാനില്ലല്ലോ. അതുകൊണ്ട് അലോക് അവിടെ നിന്ന് മുങ്ങിയിട്ട് വീട്ടിലേക്ക് വന്നിട്ട് അച്യുതനോട് പറഞ്ഞു, അച്ഛൻ എന്നെ അവളെ നാണം കെടുത്തി. എങ്ങനെയാണ് മോനെ നീ നാണം കെടുത്തിയത്? അവളെ കടയിൽ തുണിക്കടയിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു, ബില്ലടിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് മുങ്ങി, അവള് നാണം കെട്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ അലോകിന്റെ മൊബൈലിലേക്ക് മെസ്സേജ് ഇങ്ങനെ തുരുത്തരാ വന്നോണ്ടിരിക്കുക കേട്ടോ. 10,000 രൂപ എടുത്തു, 25,000
രൂപ എടുത്ത് 30,000 രൂപ പർച്ചേസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബില്ല് ഇങ്ങനെ വന്നോണ്ടിരിക്കുക. അച്ഛാ എന്റെ ക്രെഡിറ്റ് കാർഡിന് പൈസ പോയിക്കൊണ്ടിരിക്കണം. ക്രെഡിറ്റ് കാർഡോ നിന്റെ ക്രെഡിറ്റ് കാർഡ് നിന്റെ പേഴ്സിലുണ്ടോ നോക്കിക്കേ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അലോക് പേഴ്സ് നോക്കുമ്പോൾ അതിൽ ക്രെഡിറ്റ് കാർഡ് കാണുന്നില്ല. അച്ഛാ ക്രെഡിറ്റ് കാർഡ് കാണുന്നില്ല. അപ്പൊ പൈസ പോയത് എവിടെ നിന്നാണ് നോക്കടാ എന്ന് പറയുമ്പോ അയ്യോ ഞാൻ അനുവിനെ കൊണ്ടാക്കിയ ആ തുണിക്കടയിൽ നിന്നാണ് പൈസ പോണത്. ആ നീ ക്രെഡിറ്റ് കാർഡ് അവിടെ കൊടുത്തിട്ടാണോ ഇങ്ങോട്ട് വന്ന് നിക്കണത് മണ്ടൻ മരമണ്ടൻ പോടാ എന്ന് പറഞ്ഞിട്ട് അലോകിനെ അവിടെ നിന്ന് ആട്ടി ഓടിക്കണം നമ്മുടെ അച്യുതൻ കേട്ടോ. അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അലോക് നേരെ തുണിക്കടയിലേക്ക് പോകുമ്പോഴേക്കും അനു ആണെങ്കിൽ ഒരു ഓട്ടർഷ നിറയെ സാധനങ്ങൾ മേടിച്ച് വെച്ചിരിക്കുക കേട്ടോ. അലോകിനാണെങ്കിൽ ആകെ ദേഷ്യമുണ്ട്. ആരും ചോദിച്ചിട്ട് എന്റെ ക്രെഡിറ്റ് കാർഡ് നീ എടുത്തത്? അത് നിന്റെ ക്രെഡിറ്റ് കാർഡ് എന്റെ ക്രെഡിറ്റ് ആണ് അങ്ങനെയൊന്നും ഇല്ല, നമ്മുടെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറ അലോകേട്ടാ എന്ന് പറഞ്ഞിട്ട് അനു അവിടെ നിന്ന് പോകുക കേട്ടോ. അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, എന്റെ അക്കൗണ്ടിൽ നിന്ന് ലക്ഷങ്ങൾ അവൾ പിൻവലിച്ചത് വെച്ചിട്ടുണ്ട് അവൾക്ക് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അലോക് ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും രാജശ്രീയുടെ മാല ഒരു വലിയൊരു മാല ഉണ്ട് രാജശ്രീക്ക്, അത് പൊട്ടിപ്പോവാണ്. അപ്പൊ രാജശ്രീ പറയുന്നുണ്ട്, അതെ അച്യുതേട്ടാ എന്റെ മാല പൊട്ടിപ്പോയി, എനിക്കൊരു പുതിയ മാല മേടിക്കണമെന്ന്. എടി നിനക്കൊരു പുതിയ മാല മേടിക്കാൻ വേണ്ടി നിന്റെ മാല നീ പൊട്ടിച്ചതല്ലേ? അയ്യോ എല്ലാ അച്യുതേട്ടാ എന്റെ മാല കുറെ ദിവസം പൊട്ടിയിട്ട് ഇതൊന്ന് മാറ്റി മേടിക്കണമെന്ന്. ഇപ്പൊ പുതിയ ഫാഷനൊക്കെ വന്നിട്ടുണ്ട്. എടി സ്വർണ്ണത്തിന് ഇങ്ങനെ വില കൂടിക്കുന്ന സമയത്ത് നിനക്ക് ഇതിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ? പ്ലീസ് അച്യുതേട്ടാ ഞാൻ പോയി മാല മേടിച്ചിട്ട് പോയിട്ടെ, അടുത്ത ആഴ്ച ഒരു കല്യാണം ഉണ്ട് അതിനിട്ട് പോകാൻ, എനിക്ക് വേറെ മാല ഇല്ല. ശരി ശരി പോയിട്ട് വാ. അപ്പോഴേക്കും അനു വരുന്നുണ്ട്, ഞാനും കൂടി വന്നോട്ടെ? അതിനെന്താ മോളും കൂടി വന്നോ എന്ന് പറയണം. അങ്ങനെ അനുവും അതുപോലെ തന്നെ രാജശ്രീയും കൂടി ജ്വല്ലറിയിലേക്ക് പോവാട്ടോ. അപ്പൊ അവിടെ ഒരുപാട് ജ്വൽസ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. രാജശ്രീയുടെ കണ്ണ് തള്ളി, അയ്യോ ഇത് കൊള്ളാല്ലേ മോളെ, അയ്യോ ഇത് കൊള്ളില്ല, ഇതേ കുറച്ച് ചെറുപ്പക്കാര് പിള്ളേരിടുന്നതാ, ഇത് കൊള്ളില്ല, ഇത് കൊള്ളാം, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ എടുത്തോണ്ടിരിക്കാട്ടോ. അപ്പൊ അവിടുത്തെ ഒരു സെയിൽസ് ഗേള് അവിടെ ഡയമണ്ട് നെക്ലസ് നമ്മുടെ അനുവിനെ ഇങ്ങനെ വെച്ച് കാണിച്ചിട്ടൊക്കെ നോക്കി, മേഡം ഈ ഡയമണ്ട് നെക്ലസ് മേഡത്തിന് നന്നായിട്ട് ചേരും എന്ന് പറയണ. ഈ ഡയമണ്ട് നെക്ലസിന് എത്രയാകും എന്നൊക്കെ ചോദിക്കുമ്പോ ഇതൊരു 3.5 ലക്ഷം രൂപയാ മേഡം എന്ന് പറയണം. 3.5 ലക്ഷമോ എന്ന് രാജശ്രീ ചോദിക്കുമ്പോ അതെ എന്ന് പറയാണ്. എന്നാലും നന്നായിട്ടുണ്ടല്ലേ? നന്നായിട്ടുണ്ട് എന്ന് അനുവും പറയുന്നുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട് നമ്മുടെ അനു. അത് ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുക. ശേഷം അനു ഇങ്ങനെ നോസ്പിന് മൂക്കുത്തി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ രാജശ്രീ ചോദിക്കണ്ട്, എനിക്ക് മൂക്കുത്തി ഭയങ്കര പ്രാന്താണ്. ആണോ? എന്നാ അമ്മ ഒരു മൂക്കുത്തി എടുക്ക്. അമ്മയുടെ മൂക്കിലിരിക്കുന്ന മൂക്കുത്തി അത് പഴയ മോഡലാ, ദേ ഇപ്പൊ പുതിയ മോഡൽ ഒരുപാട് വന്നിട്ടുണ്ട്, ഈ മൂക്കുത്തി അമ്മക്ക് നന്നായിട്ട് ചേരും എന്ന് പറഞ്ഞൊരു മൂക്കുത്തി എടുത്ത് കൊടുക്കാണ്. എന്നിട്ട് ഡയമണ്ട് നെക്ലസും അനു എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയേണ്ടത് ബില്ലടിച്ചോ എന്ന് പറയാണ് കേട്ടാ. അപ്പൊ ക്യാഷ് ആണോ കാർഡാണോ മേഡം? അതെ പഴയ മാലുണ്ട്, അത് കൊടുത്തിട്ട് മതി എന്ന് പറഞ്ഞിട്ട് രാജശ്രീ കയ്യിൽ നിന്ന് മാല മേടിച്ച് അവിടെയൊക്കെ കൊടുക്കാണ് അനു കേട്ടോ. അങ്ങനെ ആ മാല തൂക്കി കഴിയുമ്പോഴേക്കും അതൊരു 5 ലക്ഷം രൂപയുടെ പൊന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് മൊത്തം ഒരു 3.5 ലക്ഷം ആണെങ്കിലും പിന്നെ അതൊക്കെ മൊത്തം ഒരു 4 ലക്ഷം രൂപ അപ്പോഴും ആയിട്ടുള്ള. അപ്പൊ 1 ലക്ഷം കൂടി ഉണ്ട്. അമ്മക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു പവന്റെ വല്ല ചെയിനും എടുത്താലോ? അതുപോലെ ചെറിയൊരു സിമ്പിൾ നൂല് പോലത്തെ ഒരു ചെയിനാണ് കേട്ടോ എടുത്ത് കൊടുക്കുന്നത്. എന്നിട്ട് രാജശ്രീക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. വീട്ടിൽ പോയി കഴിയുമ്പോഴേക്കും അനു മുത്തശ്ശി ഈ മാല എങ്ങനെയുണ്ട്? എനിക്ക് അമ്മ വാങ്ങിച്ചതാ എന്ന് പറയാണ്. ഈ മാലയോ? രാജശ്രീ 10 വയസ്സാർക്കും കൊടുക്കാറില്ലോ. ആര് പറഞ്ഞു? അമ്മായിക്ക് ഞാനെന്ന് വെച്ചാൽ ജീവനാണ്. അമ്മായി പറയാ അലോകിനേക്കാളും ഇഷ്ടം എന്നോടാണെന്ന്. അപ്പൊ അലോകിന് എട്ടാട്ടോ. ഈശ്വര ഈ മാലക്ക് നല്ല പൈസ ആയിട്ടുണ്ടാവല്ലോ അമ്മേ. ഇതിന് എത്രയും 3.5 ലക്ഷം രൂപയായടാ. 3.5 ലക്ഷം രൂപയെ? 3.5 ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസോ? വേറെ പണിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മ എന്തിനാ അവൾക്ക് അതൊക്കെ മേടിച്ചു കൊടുത്തത്? ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവൾ അതെടുത്തു, അത്ര തന്നെ എന്ന് പറഞ്ഞിട്ട് രാജശ്രീ പോവാണ്. എന്നിട്ട് അമ്മ എന്ത് വാങ്ങിച്ചു? ദേ ഈ ചെറിയ മൂക്കുത്തി എന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു കൊടുക്കണം, ഒരു പൊടി കേട്ടോ. അപ്പൊ ആ ഒരു ഭാഗം നമുക്ക് ഉടനെ മലയാളത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.